എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായ വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ പപ്പായ മിൽക്ക് ഷേക്ക് ആണ്. വളരെ എളുപ്പമാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ടും. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു ഷേക്ക് കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഈ ഒരു പപ്പായ മിൽക്ക് ഷേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പപ്പായ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് പപ്പായയാണ്. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പപ്പായ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി പപ്പായ കഷ്ണങ്ങൾ ബ്ലെൻഡറിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പപ്പായ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കാനായിട്ട് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ നമുക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോ പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ ഇതുപോലെ പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ച് ആറിച്ചെടുത്തിട്ടുള്ള പാലാണ്. പാലും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അനാറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ സ്പൂൺ വീതം അനാറ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 സ്പൂൺ അളവിൽ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി കൂടെ ചേർക്കാം. നിങ്ങളുടെ കൈവശമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. 2 ഗ്ലാസും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇതിന്റെ മേലെയായിട്ട് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചു കൊടുക്കാം. കുറച്ചുകൂടെ അനാർ ചേർക്കാം. 2-3 കാഷ്യൂ കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയിപ്പോ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കണം കേട്ടോ. പപ്പായ മിൽക്ക് ഷേക്കിലേക്ക് മധുരം ചേർക്കാതിരുന്നത് ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സിന് നല്ല മധുരമുണ്ട്, അതുപോലെ ഐസ്ക്രീമിന് നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത, മധുരമൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വരെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു മിൽക്ക് ഷേക്ക് ഈ ഒരു ക്രിസ്മസ് നാളിൽ തന്നെ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.